ഔലിയും മാനയും, സ്വർഗവും അതിലേക്കുള്ള മാർഗവും. ഔലിയും മാനയും ഉത്തരാഖണ്ഡിലെ ഹിമാലയത്തിൻ്റെ മുകൾ പരപ്പിലുള്ള സ്ഥലങ്ങളാണ്. ഉത്തരാഖണ്ഡിൻ്റെ 86% ഭൂമിയും ഉയർന്ന പർവ്വത പ്രദേശങ്ങളാണ്. പ്രമുഖ ഹൈന്ദവ ക്ഷേത്രങ്ങളായ ചാർധാം എന്ന് വിളിക്കുന്ന ബദ്രിനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി എന്നിവ കൂടാതെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാന ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളായ ഹരിദ്വാർ, ഋഷികേശ്, ഉത്തരകാശി, ഭാഗേശ്വർ തുടങ്ങിയവയെല്ലാം ഉത്തരാഖണ്ഡിലാണ്. അതുകൊണ്ടാണ് ഉത്തരാഖണ്ഡിനെ ദേവഭൂമി എന്ന് വിളിക്കുന്നത്. സ്വർഗസമാനമായ ഹിമാലയ പ്രദേശങ്ങളും അതിൻ്റെ സൗന്ദര്യവും കാരണം സിംപ്ലി ഹെവൻ എന്നാണ് അവർ സ്വയം അവരുടെ സംസ്ഥാനത്തിനെ സംബോധന ചെയ്യുന്നത്. അത് ശരിയാണെന്ന് അവിടെ സന്ദർശിക്കുന്നവർ സമ്മതിക്കുകയും ചെയ്യും. ചാർ ധാമുകളിൽ ഏറ്റവും കൂടുതൽ പേർ സന്ദർശിക്കുന്ന ബദരീനാഥിൽ വരുന്നവർ നിർബന്ധമായും സന്ദർശിക്കുന്ന അതിനടുത്തുള്ള ഒരു ഗ്രാമമാണ് മാന. ബദരീനാഥിൽ നിന്ന് 4 കിലോമീറ്റർ അകലെ ഇൻഡോ മംഗോളിയൻ ഗോത്രവർഗ്ഗക്കാർ വസിക്കുന്ന സമുദ്രനിരപ്പിൽ നിന്നും 10,500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് മാന. നാഷണൽ ഹൈവേ 7 ഇതിലൂടെ കടന്നു പോകുന്നു. ടിബറ്റിൻ്റെ അതിർത്തിയിലേക്ക് ഇവിടെ നിന്ന് 26 കിലോമീറ്റർ ദൂരമുണ്ട്. ലഡാക്കിലും അരുണാചൽ പ്രദേശിലുമൊക്കെ സമാനമായ ഇന്ത്യയുടെ അവസാനത്തെയോ ആദ്യത്തെയോ എന്നൊക്കെ പറയാവുന്ന ഗ്രാമങ്ങൾ നിരവധി വേറെയുമുണ്ടെങ്കിലും ഇത് ടിബറ്റിനോട് അതിർത്തി പങ്കിടുന്ന ഉത്തരാഖണ്ഡിലെ അവസാനത്തെ ഇന്ത്യൻ ഗ്രാമമാണ് എന്നത് ശരിയാണ്. അവിടെ നിന്ന് നോക്കുമ്പോൾ ആദ്യത്തെ ഗ്രാമമെന്നും പറയാം. അങ്ങനെയാണ് അവർ അവകാശപ്പെടുന്നതും അവിടെയൊക്കെ എഴുതി വച്ചിരിക്കുന്നതും. എന്നാൽ പുരാണങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രാമം എന്ന ക്രെഡിറ്റ് അവർക്കുള്ളതാണ്. അവിടെ എത്തുന്നവർ ഇന്ത്യയിലെ ആദ്യത്തെ ചായക്കടയിൽ നിന്നൊരു ചായ കുടിക്കാതെ മടങ്ങുകയില്ല. മാന ഗ്രാമത്തിന് 3 കിലോമീറ്റർ വടക്ക് ലാറ്ററൽ ഹിമാനിയിൽ നിന്നാണ് സരസ്വതി നദി ഉത്ഭവിക്കുന്നത്. തുടർന്ന് അത് കേശവ് പ്രയാഗിൽ വെച്ച് അളകനന്ദയിൽ ചേരും. പിന്നീട് ദേവപ്രയാഗിൽ വെച്ച് ഭാഗീരഥിയും അളകനന്ദയും ചേർന്ന് ഗംഗയായി മാറും. എന്നാൽ ഇവിടെ മുതൽ അലഹബാദിലെ ത്രിവേണി സംഗമം വരെ സരസ്വതി അജ്ഞാതമായി ഒഴുകുകയും അവിടെ വച്ച് ഗംഗ, യമുന എന്നിവയുമായി ചേരുന്നു എന്നും മറ്റൊരു ഐതിഹ്യമുണ്ട്. മാന ഗ്രാമത്തിൻ്റെ അഭിമാനം അതിനെ മഹാഭാരതത്തിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നതാണ്. പാണ്ഡവർ പരീക്ഷത്തിന് അധികാരം കൈമാറിയ ശേഷം സ്വർഗാരോഹണത്തിനായി പോയത് ഇന്ന് ബദരീനാഥ് എന്ന് വിളിക്കുന്ന ബദരികാശ്രമത്തിലൂടെയും മാന ഗ്രാമത്തിലൂടെയുമൊക്കെ ആണത്രേ. അവിടെ സ്വർഗാരോഹിണി എന്നറിയപ്പെടുന്ന ഒരു കൊടുമുടിയുണ്ട്. അതിൻ്റെ ചരിവിലൂടെയാണ് അവർ സ്വർഗത്തിലേക്ക് കയറിയതായി മഹാഭാരതത്തിൽ പരാമർശിക്കുന്നത്. ഇക്കാലത്ത് പോലും എത്തിപ്പെടാൻ കഴിയാത്ത ഇവിടുത്തെ ദുർഘടപാതകളിലൂടെ അന്ന് നടന്നവർ സ്വർഗം കണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഒരിക്കലെങ്കിലും പോയവർ തർക്കിക്കാനിടയില്ല. ബദരീനാഥുമായി സാംസ്കാരികമായി വളരെ അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്ന ഈ മാന ഗ്രാമം സന്ദർശിക്കാൻ ദിവസവും നിരവധി ആളുകളാണ് എത്തുന്നത്. അവിടെ നിരവധി ഗുഹകളുണ്ട്. വേദവ്യാസൻ മഹാഭാരതം എഴുതാൻ ഗണപതിക്ക് ശ്ലോകങ്ങൾ പറഞ്ഞു കൊടുത്തത് ഈ ഗുഹയിൽ വെച്ചാണത്രേ. അതാണ് വ്യാസ് ഗുഹ. ഗുഹ എന്നാൽ ഗുഹ എന്നർത്ഥം. ഗണപതി ഗുഹ എന്നൊരു മറ്റൊരു പ്രസിദ്ധമായ ഗുഹയുമുണ്ട്. ഇവിടെ സരസ്വതി നദിക്ക് കുറുകെയുള്ള പ്രകൃതിദത്ത പാലത്തിനെ ഭീമൻ്റെ പാലം എന്നാണ് വിളിക്കുന്നത്. സരസ്വതി നദിക്ക് കുറുകെ ഭീമൻ വലിയ പാറ മറിച്ചിട്ട് പാലമുണ്ടാക്കി എന്നാണ് സങ്കല്പം. അങ്ങനെ അത് ഭീമൻ്റെ വഴി കൂടെയാണ്. അവിടെ നിന്ന് 6 കിലോമീറ്റർ കൂടി നടന്നാൽ 125 മീറ്റർ ഉയരമുള്ള വസുധാര വെള്ളച്ചാട്ടം കാണാം. നടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുതിരകളെ കിട്ടും. ബാഹുബലി സിനിമയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ശിവലിംഗത്തിന് മുകളിൽ എപ്പോഴും വെള്ളം വീണുകൊണ്ടിരിക്കുന്നു എന്നാണ് സങ്കല്പം. ബദരീനാഥും മാനാഗ്രാമവും സന്ദർശിച്ച ശേഷം ജോഷിമഠിലേക്ക് മടങ്ങി. ഹരിദ്വാർ, ഡെറാഡൂൺ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ബസ് സർവീസ് ആരംഭിക്കുന്ന ടൗണാണിത്. മടക്കയാത്രയ്ക്ക് മുമ്പ് ജോഷിമഠിനടുത്തുള്ള ഔലി ഹിൽ സ്റ്റേഷൻ കൂടി സന്ദർശിക്കാമെന്ന് തീരുമാനിച്ചു. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു ഹിൽ സ്റ്റേഷനാണ് ഔലി. സ്കീയിങ് പ്രേമികൾക്കുള്ള ഒരു സങ്കേതമായി ഇവിടെ നിന്നാൽ നന്ദാദേവി, കാമറ്റ്, ദുനഗിരി തുടങ്ങിയ
കൊടുമുടികളുടെ മനോഹര ദൃശ്യങ്ങൾ ലഭിക്കും. ഔലി എന്നാൽ പുൽമേടെന്നാണ് അർത്ഥം. സമുദ്രനിരപ്പിൽ നിന്ന് 9200 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഔലി ഒരു ഹൈക്കിംഗ് സ്കീയിങ് ഡെസ്റ്റിനേഷനാണ്. ചുറ്റും കോണിഫേഴ്സ്, ഓർക്ക് തുടങ്ങിയ മരങ്ങളുടെ വനമാണ്. ഉത്തരാഖണ്ഡ് ടൂറിസം വകുപ്പ് ഇന്ത്യയിൽ സ്കീയിങ് പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഔലിയിൽ ശൈത്യകാല കായിക മത്സരങ്ങൾ നടത്തുന്നുണ്ട്. ഇവിടെ ഒരു ചെയർ ലിഫ്റ്റും മനോഹരമായ ട്രെക്ക് റൂട്ടുമുണ്ട്. ജോഷിമഠിൽ നിന്ന് ഔലിയിലേക്ക് 11 കിലോമീറ്റർ നീളുന്ന ഒരു റോപ്പ് വേ ഉണ്ടെന്നും അതിൽ ഹിമാലയത്തിൻ്റെ മുടികൾക്ക് മുകളിലൂടെയുള്ള യാത്ര ആസ്വദിക്കണമെന്നും പ്രത്യേകം മനസ്സിൽ കരുതിയാണ് ഔലിയിലേക്ക് പോകാൻ തീരുമാനിച്ചത്. പക്ഷേ റോപ്പ് വേ കുറേ മാസങ്ങളായി പ്രവർത്തിക്കുന്നില്ലെന്ന് അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത്. ആകെ പ്രവർത്തിക്കുന്ന ഒരു ചെയർ ലിഫ്റ്റ് മാത്രമാണ്. അതിലൊന്ന് കയറണമെങ്കിൽ 100ഓളം പടി വേറെ കയറണം. പൂക്കളുടെ താഴ്വരയിലേക്ക് നടന്നു കയറി കാൽമുട്ട് വേദനയുമായി വന്ന എനിക്ക് അത് വലിയ പ്രയാസമായിരുന്നു. എങ്കിലും ആ സ്വർഗം കാണാതെ പോരാൻ തോന്നിയില്ല. ചെയർ ലിഫ്റ്റിന് ഒരാളിന് 500 രൂപയാണ് നിരക്ക്. രാവിലെ 9 മണി മുതൽ പ്രവർത്തിക്കും. രാമായണവുമായി ബന്ധപ്പെട്ട ഒരു ഹനുമാൻ ക്ഷേത്രം ഇവിടെയുണ്ട്. മഴ സമയമായിരുന്നെങ്കിലും അവിടെ നല്ല കാഴ്ച ലഭിക്കുന്ന വളരെ തെളിഞ്ഞ അന്തരീക്ഷം ലഭിച്ചത് ഭാഗ്യമായി. നടക്കാൻ മടിയില്ലെങ്കിൽ നിശ്ചയമായും സന്ദർശിക്കേണ്ട ഏറ്റവും മനോഹരമായ ഒരു ഹിമാലയൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഔലി. ഇവിടെ നിന്നാൽ കിട്ടുന്നത് ശരിക്കും സ്വർഗത്തിൻ്റെ കാഴ്ച തന്നെയാണ്. ഉത്തരാഖണ്ഡിലൂടെയുള്ള യാത്ര അല്പം സാഹസികമാണെങ്കിലും അത് നൽകുന്ന ദൃശ്യാനുഭൂതി ഒന്ന് വേറെ തന്നെയാണ്. നന്ദി.